ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. കോയക്കപ്പുളി കൊണ്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നതാണ്, ക്ലീനിങ് ലിക്വിഡ്. എൻ്റെ നാട്ടിൽ പറയുന്നത് കോയക്കപ്പുളി എന്നാണ്. പലയിടത്തും പല ഡിഫറെൻ്റ് പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് വീഡിയോ കാണണം. ഇല്ലേ ഞാൻ ആ ലിക്വിഡ് ഉണ്ടാക്കിയ ശേഷം അതുകൊണ്ട് ക്ലീൻ ആക്കിയതും ഈ വീഡിയോയിൽ ആഡ് ആക്കുന്നുണ്ട്. എല്ലാവരും മുഴുവനായിട്ട് കാണണം. പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കോയക്കപ്പുളി എന്ന പോലെ ഇരുമ്പൻ പുളി എന്നാണ്. ഞാൻ അധികം ആർക്കും കോയക്കപ്പുളി എന്ന് പറഞ്ഞാൽ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ തമിഴിന് ഇരുമ്പൻ പുളി എന്ന് കൊടുത്തത്. പല പേരിലാണ് പല സ്ഥലത്ത് അറിയപ്പെടുന്നത്. എല്ലാവരും ഇത് കുറേ ഉണ്ടാക്കുന്നുണ്ട്. ഈ മരം മുഴുവനായിട്ടുണ്ടാകുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര ഉണ്ടായിട്ട് ആ ടൈം പിടിച്ചിട്ടുണ്ടായിന്. തൊട്ടടുത്ത വീട്ടിലെല്ലാം കുട്ടികളെല്ലാം കൊണ്ടുപോയി അങ്ങനെ കുറച്ചോ ഇല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് മൊത്തത്തിലിങ്ങനെ പിടിച്ചിട്ടും ഉണ്ടാകും, അതുപോലെ താഴെ കുറേ നാശമായിട്ടും ഉണ്ടാകും. പിന്നെ ഇതുകൊണ്ട് നല്ല അച്ചാറെല്ലാം ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ഈ താഴെ വീണിങ്ങനെ കുറേ വേസ്റ്റായി പോകുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ യൂട്യൂബിലെല്ലാം കുറേ വീഡിയോ ഉണ്ട്, ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഒന്ന് വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ട്രൈ ആക്കിയപ്പോൾ നല്ല അടിപൊളി ലിക്വിഡ് ഇട്ടാൽ ഒരു 5 പൈസ ചിലവില്ലാതെ നമുക്ക് സൂപ്പർ ലിക്വിഡ് ഉണ്ടാക്കാം. വെറുതെ വേസ്റ്റാക്കി പോകുന്നതല്ല. അങ്ങനെ ഞാൻ അവനെന്നാലും ടേസ്റ്റ് ആക്കാൻ കൊടുത്തായിരിക്കും. പുളിപ്പില്ല പോലെ നമുക്ക് കൂസലില്ലാതെ നിർത്താത്തുന്നത് നല്ല പുളി കൊടുത്തത്. അത് വായിലിടാൻ പറ്റില്ല. പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല. നല്ല കൂളായിട്ട് അത് തിന്നത്. നമുക്ക് വേസ്റ്റാക്കി കളയുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം. അങ്ങനെ ഞാൻ ലിക്വിഡ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ നന്നായി വാഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ വേസ്റ്റും പോയി നല്ല ക്ലീനാക്കി എടുത്ത് നമുക്കിതൊന്ന് മിക്സ്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്താണ് ഉള്ളത് പൊടിപ്പായാലും പ്രശ്നമില്ല. കുറച്ചധികം വേണ്ട. 2 ടേബിൾ സ്പൂൺ മതി. വിനാഗിരിയാണ് കേട്ടോ, 2 ടേബിൾ സ്പൂൺ. അതൊരു 1/4 ഗ്ലാസ് മതി. പിന്നെ ഒട്ടും വെള്ളം വേണ്ട കേട്ടോ. ഇത് ഞാനൊന്ന് അടിച്ചെടുത്ത ശേഷം വീണ്ടും അതിലേക്ക് കുറച്ചുകൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതാണ്. ഒന്ന് വെള്ളം വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇനി ഈ പുളിക്ക് നല്ല വെള്ളമുണ്ട്. അപ്പം ആ വിനാഗിരി മാത്രം മതി. അതും പിന്നെ ഉപ്പും നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നരിച്ചെടുക്കണം. പിന്നെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു പത വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിഷ് ലിക്വിഡ് ഇതിലേക്ക് വയ്ക്കാം. ഞാനൊന്നൊരു ജസ്റ്റ് ഒരു പതക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചിന്. അങ്ങനെ നമ്മൾ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. അതിനോട് ഞാൻ ഒന്ന് കിച്ചൺ സിങ്കും അതുപോലെ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായി നല്ല വെട്ടിത്തിളങ്ങുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. കുറച്ച് സമയം ഞാൻ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 15 മിനിറ്റ് ഒന്ന് ഞാനൊന്ന് എല്ലായിടത്തും തേച്ച് വെച്ച് നല്ല. നെക്സ്റ്റ് ഞാൻ ട്രൈ ആക്കി നോക്കിയത് പഴയ പ്ലേറ്റിൽ ഒന്ന് അതിലൊരു കറ പിടിച്ചെല്ലാം പോകുന്നുണ്ടോ നോക്കാൻ. ഒന്ന് കുറച്ച് സമയം നമ്മൾ ലിക്വിഡ് ഒന്ന് ഒഴിച്ച്. പക്ഷെ വലിയൊരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല. സാധാ ഡിഷ് ലിക്വിഡ് കൊണ്ട് ക്ലീനാക്കി അതേ ഇതുകൊണ്ടായിട്ട് വലിയൊരു തിളക്കൊന്നും. നെക്സ്റ്റ് ഞാൻ ട്രൈ ആക്കിയത് നമ്മൾ ബാത്റൂമിലുള്ള ടൈൽസിൻ്റെ എല്ലാം കറകൾ പോകുന്നുണ്ടോ നോക്കി. പക്ഷെ അതിനൊന്നും വലിയ ചേഞ്ച് ഒന്നുമില്ല. ചെറിയ രീതിയിൽ ഒരു കറ പോയിന്നാൽ മൊത്തത്തിൽ ക്ലീനായി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ നല്ല ക്ലീനായത് ഇതുപോലെ ഈ വാഷ് ബേസ് കഴുകാൻ പറ്റിയ ലിക്വിഡാണ് കേട്ടോ. നല്ല അടിപൊളിയിൽ ക്ലീനായിന്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ നമുക്ക് വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ബിംപുളി കൊണ്ട്, നമുക്ക് ഇരുമ്പൻ പുളി കൊണ്ട് നല്ലൊരു ലിക്വിഡ് ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. തീർച്ചയായും എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് ഇത്. ഞാൻ ടാപ്പും മൊത്തത്തിൽ ഞാൻ ആ ലിക്വിഡ് കൊണ്ട് വാഷാക്കി. നല്ലൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാം. നല്ല ഷൈനിങ് ഉണ്ട്. നല്ലൊരു സൂപ്പർ ലിക്വിഡാണ് കേട്ടോ. വേസ്റ്റാക്കി കളയുന്നതിനെ കൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലിക്വിഡ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ആക്കണം, അതുപോലെ ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.